എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയ കഥാപരമ്പര തുടങ്ങുകയാണ്. ശമ്പളമുള്ള വീട്ടമ്മ. ഒരു വീട്ടമ്മയുടെ ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളും വെല്ലുവിളികളുമാണ് ഈ കഥ പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അധ്യായം 1. തിളങ്ങുന്ന മുഖം മൂടി. ആലപ്പുഴയുടെ ശാന്തമായ കായൽ തീരത്ത് പച്ചപ്പിന്റെ പുതപ്പണിഞ്ഞ ആ പഴയ തറവാടിന്റെ മുറ്റത്ത് അന്നൊരു ഞായറാഴ്ച പ്രഭാതത്തിൽ പതിവിലും കവിഞ്ഞൊരു അങ്കലാപ്പായിരുന്നു. ഉമ്മറത്തെ വലിയ മാവിൻ കൊമ്പിലിരുന്ന് കുയിലുകൾ പാടുന്നുണ്ടെങ്കിലും വീടിനുള്ളിൽ ഒരു വലിയ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് അച്ഛൻ സദാനന്ദൻ പത്രം നിവർത്തിപ്പിടിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഇടയ്ക്കിടെ മുറ്റത്തെ ഗേറ്റിലേക്കായിരുന്നു. പത്രത്തിലെ വാർത്തകളേക്കാൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് തന്റെ ഏക മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളായിരുന്നു. തന്റെ മുറിയിലെ വലിയ ഗ്ലാസ് ജാലകത്തിനരികിലിരുന്ന് അഞ്ജലി പുറത്തെ തെങ്ങിൻതോപ്പുകളിലേക്ക് നോക്കി. അവളൊരു സാധാരണ പെൺകുട്ടിയല്ല. നഗരത്തിലെ തിരക്കേറിയ ഒരു പ്രമുഖ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറാണ്. 10ാം ക്ലാസ്സിൽ ജില്ലയിൽ 1ാം റാങ്ക് വാങ്ങി സ്കൂളിന്റെ പടിയിറങ്ങിയപ്പോൾ അച്ഛൻ അവളുടെ നെറുകയിൽ തലോടി പറഞ്ഞ ആ വാചകം ഇപ്പോഴും അവളുടെ കാതുകളിൽ ഒരു മന്ത്രം പോലെ മുഴങ്ങുന്നുണ്ട്. നീ നന്നായി പഠിക്കണം. ആരുടെയും മുന്നിൽ ഒരിക്കലും കൈ നീട്ടരുത്. സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ അലങ്കാരം. ആ വാക്കുകൾ അഞ്ജലി ഹൃദയത്തിൽ കുറിച്ചിട്ടു. പഠനത്തിലും ജോലിയിലും അവൾ പുലർത്തിയ കണിശത അവളെ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ ബാങ്കിലെ ഉത്തരവാദിത്തമുള്ള പദവിയിലെത്തിച്ചു. അലാം അടിക്കുന്നതിന് മുൻപേ അവൾ ഉണർന്നിരുന്നു. സാധാരണ പ്രവൃത്തി ദിവസങ്ങളിൽ ബാങ്കിലെ NPA കണക്കുകളെക്കുറിച്ചും ലോൺ ടാർഗറ്റുകളെക്കുറിച്ചും ആകുലപ്പെടുന്ന അവൾക്ക് ഇന്ന് അതിനേക്കാൾ വലിയൊരു പരീക്ഷ നേരിടാനുണ്ടായിരുന്നു. പ്രവീൺ അവനെ കാണാൻ വരുന്ന ദിവസമാണിന്ന്. കൊച്ചിയിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന MBA ബിരുദധാരിയായ പ്രവീൺ ബ്രോക്കർ അച്ഛനോട് പറഞ്ഞത് പ്രവീൺ വലിയൊരു പുരോഗമനവാദിയാണെന്നാണ്. ആധുനിക ചിന്താഗതിയുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്ന ഒരു യുവാവ്. അത്തരമൊരാളെയാണ് അഞ്ജലിയും ഇത്രയും കാലം സ്വപ്നം കണ്ടിരുന്നത്. അഞ്ജലി, എഴുന്നേറ്റോ മോളെ. സമയം 8:30 അവർ 10 മണിക്കെത്തും എന്നാ പറഞ്ഞത്. വേഗം റെഡിയാകൂ. അടുക്കളയിൽ നിന്ന് അമ്മയുടെ സ്നേഹപൂർണമായ വിളി ഉയർന്നു. അമ്മയ്ക്ക് വലിയ നിർബന്ധമായിരുന്നു അന്ന് അവളൊരു നീല കാഞ്ചീപുരം സാരി തന്നെ ഉടുക്കണമെന്ന്. വിവാഹാലോചനകൾ തുടങ്ങിയിട്ട് 1 വർഷമായി. കണ്ടവരിൽ പലരും ഒന്നുകിൽ അവളുടെ ശമ്പളത്തിലായിരുന്നു കണ്ണുവെച്ചിരുന്നത്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ജോലി രാജിവെച്ച് വീട്ടിലിരിക്കണം എന്ന് വാശി പിടിച്ചവരായിരുന്നു. ഓരോ തവണയും നിരാശപ്പെട്ട് മടങ്ങുമ്പോൾ അഞ്ജലി ചിന്തിക്കും, തന്റെ വിദ്യാഭ്യാസവും കരിയറും ഒരു വിവാഹ വിപണിയിൽ വെറുമൊരു ബാധ്യതയാണോ എന്ന്. 10 മണിയായപ്പോൾ തന്നെ മുറ്റത്ത് ഒരു കറുത്ത ആഡംബര കാർ വന്നു നിന്നു. പ്രവീണും അവന്റെ മാതാപിതാക്കളും എത്തി. പ്രവീൺ കാണാൻ സുന്ദരനായിരുന്നു. ആത്മവിശ്വാസം തുടിക്കുന്ന സംസാരവും സൗമ്യമായ പെരുമാറ്റവും. ഹാളിൽ എല്ലാവരും ഇരിക്കുമ്പോൾ അഞ്ജലി ചായയുമായി വന്നു. അച്ഛൻ സദാനന്ദൻ അഭിമാനത്തോടെ അവളുടെ ജോലിയെക്കുറിച്ചും ബാങ്കിലെ അവളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രവീൺ പറഞ്ഞ ആ വാചകമാണ് അഞ്ജലിയെ അത്ഭുതപ്പെടുത്തിയത്. സാർ, എനിക്ക് വർക്കിംഗ് വുമൻസിനെയാണ് ഇഷ്ടം. സ്ത്രീകൾക്ക് സ്വന്തമായി ഒരു ഐഡന്റിറ്റി വേണം. വെറുതെ വീട്ടിലിരുന്ന് സമയം കളയുന്നത് എനിക്കിഷ്ടമല്ല. അഞ്ജലി ജോലി തുടരണം എന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. സത്യം പറഞ്ഞാൽ ഒരു ബാങ്ക് ഓഫീസർ എന്ന നിലയിലുള്ള അവളുടെ കഴിവിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അഞ്ജലിയുടെ ഉള്ളിൽ ഒരു വലിയ പ്രതീക്ഷ വിരിഞ്ഞു. ഒടുവിൽ തന്നെയും തന്റെ സ്വപ്നങ്ങളെയും മനസ്സിലാക്കുന്ന ഒരാളെ കണ്ടെത്തിയെന്ന് അവൾ വിശ്വസിച്ചു. വീട്ടുകാർ അവർക്ക് തനിച്ച് സംസാരിക്കാൻ അവസരം നൽകിയപ്പോൾ അവർ വീടിന്റെ ബാൽക്കണിയിലേക്ക് മാറി. അവിടെ വെച്ചാണ് പ്രവീൺ തന്റെ യഥാർത്ഥ മുഖം മൂടി അഴിച്ചുമാറ്റിയത്. ബാൽക്കണിയിലെ ചെടിച്ചട്ടികൾക്കിടയിൽ പതുക്കെ നടന്നുകൊണ്ട് പ്രവീൺ പറഞ്ഞു തുടങ്ങി. അഞ്ജലി, ഞാൻ കാര്യങ്ങൾ തുറന്നു പറയുന്ന ആളാണ്. എനിക്ക് നിന്റെ ശമ്പളം വേണ്ട. എന്റെ ബിസിനസ് കൊണ്ട് തന്നെ നമുക്ക് രാജകുമാരിയെ പോലെ ജീവിക്കാം. പക്ഷെ നീ ജോലിക്ക് പോകണം. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യ വെറുമൊരു വീട്ടമ്മയായി ഇരിക്കുന്നത് എന്റെ സ്റ്റാറ്റസിന് ചേരില്ല. എന്റെ ബിസിനസ് സർക്കിളിൽ എല്ലാവരുടെയും ഭാര്യമാർ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഗെറ്റ് ടുഗദറുകളിലും പാർട്ടികളിലും പുറത്തിറങ്ങുമ്പോൾ എന്റെ കൂടെ ഒരു ബാങ്ക് ഓഫീസർ വൈഫ് ഉണ്ടാവണം. അതെനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. എന്റെ സ്റ്റാറ്റസ് ഉയർത്താൻ നിന്റെ ഈ ജോലി ആവശ്യമാണ്. അഞ്ജലി ഒരു നിമിഷം തറഞ്ഞു നിന്നു. അവളുടെ കരിയർ അവനൊരു സ്റ്റാറ്റസ് സിംബൽ മാത്രമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പ്രവീൺ നിർത്തിയില്ല. അവൻ തുടർന്നു. പക്ഷെ ചില കാര്യങ്ങൾ നീ ശ്രദ്ധിക്കണം. നീ ഓഫീസിൽ പോകുന്നതിന് മുൻപ് രാവിലെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കണം. എന്റെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് വീട് നീ തന്നെ മാനേജ് ചെയ്യണം. എനിക്ക് പുറത്തുള്ള ആൾക്കാർ അടുക്കളയിൽ കയറുന്നത് ഇഷ്ടമല്ല. ഓഫീസിലെ ടെൻഷനൊന്നും ഈ വീടിനുള്ളിലേക്ക് കൊണ്ടുവരരുത്. രാത്രി നീ തിരിച്ചു വരുമ്പോൾ ചിരിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കണം. അതായത് പുറത്ത് നീ ഓഫീസർ, അകത്ത് നീ എന്റെ കുടുംബത്തിന്റെ വിളക്ക്. ഇതിനെയാണ് ഞാൻ മൾട്ടി ടാസ്കിംഗ് എന്ന് വിളിക്കുന്നത്. അഞ്ജലിയുടെ മനസ്സിൽ അപ്പോൾ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. അവനത് വിളിച്ചത് പുരോഗമനമെന്നാണ്. പക്ഷെ അഞ്ജലിക്ക് അത് കേട്ടപ്പോൾ തോന്നിയത് ഒരു ശമ്പളമുള്ള വീട്ടമ്മയുടെ തടവറയെക്കുറിച്ചാണ്. തന്റെ പ്രൊഫഷനും അധ്വാനവും മറ്റൊരാൾക്ക് സമൂഹത്തിൽ ഷൈൻ ചെയ്യാനുള്ള ഒരു അലങ്കാരം മാത്രമാണെന്ന് അവൾ വേദനയോടെ മനസ്സിലാക്കി. ജോലിക്ക് പോകാൻ അനുവാദം നൽകുന്നുവെന്ന വ്യാജേന
വീട്ടുപണികൾ മുഴുവൻ അവളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു കൗശലമായിരുന്നു അത്. താഴെ ഹാളിലെത്തിയപ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പ്രവീൺ എല്ലാവരുടെയും മുന്നിൽ ഒരു ഉത്തമ മരുമകനായി അഭിനയിച്ചു. അച്ഛൻ സന്തോഷത്തോടെ മധുരം വിതരണം ചെയ്യുമ്പോൾ അഞ്ജലിക്ക് ആ ലഡുവിന് വല്ലാത്തൊരു കയ്പ് തോന്നി. നല്ല മുഹൂർത്തമാണ് സദാനന്ദ, നമുക്ക് അടുത്ത മാസം തന്നെ നിശ്ചയം നടത്താം, പ്രവീണിന്റെ അച്ഛൻ പറഞ്ഞപ്പോൾ സദാനന്ദന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അഞ്ജലി തന്റെ അച്ഛനെ നോക്കി. അച്ഛൻ കാണുന്നത് തന്റെ മകളുടെ സുരക്ഷിതമായ ഭാവിയാണ്. പക്ഷെ അവൾ കാണുന്നത് തന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ വീഴാൻ പോകുന്ന വലിയൊരു നിഴലാണ്. തന്റെ സ്വപ്നങ്ങളും കരിയറും മറ്റൊരാളുടെ സ്റ്റാറ്റസ് വർദ്ധിപ്പിക്കാനുള്ള കരുക്കൾ മാത്രമായി മാറാൻ പോകുകയാണെന്ന സത്യം അവൾക്കുള്ളിൽ തികട്ടി വന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവൾ തന്റെ ലാപ്ടോപ്പിലേക്ക് നോക്കി. സ്ക്രീനിൽ ബാങ്കിലെ ടാർഗറ്റ് ചാർട്ടുകൾ തെളിഞ്ഞു നിന്നു. തന്റെ വ്യക്തിത്വവും അധ്വാനവും ഒരു തിളങ്ങുന്ന മുഖംമൂടിക്ക് പിന്നിൽ പണയപ്പെടുത്താൻ പോകുകയാണോ എന്ന ചോദ്യം അവളുടെ ഉറക്കം കെടുത്തി. അവൾ ജനാലയിലൂടെ ആകാശത്തേക്ക് നോക്കി. അവിടെ മേഘങ്ങൾക്കിടയിൽ മറഞ്ഞ ചന്ദ്രനെ പോലെ അവളുടെ സ്വപ്നങ്ങളും അദൃശ്യമാകുന്നതായി അവൾക്ക് തോന്നി. വിവാഹനിശ്ചയത്തിന്റെ തീയതി കുറിച്ചതോടെ അഞ്ജലിയുടെ വീട്ടിൽ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഉമ്മറത്ത് വലിയ പന്തലുയർന്നു. ബന്ധുക്കളുടെ ഫോൺ വിളികൾ നിലയ്ക്കാതെ വന്നു. അച്ഛൻ സദാനന്ദൻ തന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ മകളുടെ വിവാഹത്തിനായി ചിലവഴിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ഈ ആഘോഷങ്ങൾക്കിടയിലും അഞ്ജലിയുടെ മനസ്സ് ഒരു വലിയ കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയിലായിരുന്നു. പ്രവീൺ പറഞ്ഞ ആ ശമ്പളമുള്ള വീട്ടമ്മ എന്ന വാക്ക് ഒരു അദൃശ്യമായ ചങ്ങലയായി അവളുടെ കാലുകളിൽ വരിഞ്ഞു മുറുക്കുന്നത് അവൾ ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടിരുന്നു. ബാങ്കിലെ ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലെത്തുമ്പോൾ അഞ്ജലി ആകെ തളർന്നിരിക്കും. ക്ലോസിംഗ് സമയമായതുകൊണ്ട് ഫയലുകളുടെ തിരക്ക് കൂടുതലാണ്. എന്നാൽ അന്ന് രാത്രി 10 മണിയായപ്പോൾ പ്രവീണിന്റെ ഫോൺ കോൾ വന്നു. അഞ്ജലി, ഉറങ്ങിയോ? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നാളെ നീ ബാങ്കിൽ പോകണ്ട. എന്റെ വീട്ടിൽ ഒരു പൂജയുണ്ട്. അമ്മയ്ക്ക് നിന്റെ സഹായം വേണം. പിന്നെ നമ്മുടെ എൻഗേജ്മെന്റിനുള്ള സാരി സെലക്ട് ചെയ്യാൻ അമ്മയുടെ കൂടെ നീ തന്നെ പോകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. അഞ്ജലി ഒരു നിമിഷം ആലോചിച്ചു. പ്രവീൺ, നാളെ തിങ്കളാഴ്ചയാണ്. ബാങ്കിൽ ഓഡിറ്റ് നടക്കുകയാണ്. എനിക്ക് ലീവ് കിട്ടാൻ പ്രയാസമാണ്. സാരി അമ്മയും നിന്റെ സിസ്റ്ററും കൂടി പോയി എടുത്താൽ പോരെ? എനിക്ക് നിന്റെ ഇഷ്ടം മതിയല്ലോ. മറുതലയ്ക്കൽ പ്രവീണിന്റെ ശബ്ദത്തിൽ ചെറിയൊരു കടുപ്പം കലർന്നു. അഞ്ജലി, ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ, എന്റെ വീട്ടിലെ കാര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടത്. നിന്റെ ബാങ്ക് ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. നാളെ നീ വന്നേ പറ്റൂ. അത് കഴിഞ്ഞാൽ എന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ കാണാൻ നീ കൂടെ വരണം. ഒരു ബാങ്ക് ഓഫീസർ ഭാര്യ കൂടെയുള്ളത് എനിക്കൊരു സ്റ്റാറ്റസ് ആണെന്ന് മറക്കണ്ട. അഞ്ജലി ഒന്നും പറഞ്ഞില്ല. ഫോൺ വെച്ച ശേഷം അവൾ കണ്ണാടിക്ക് മുന്നിൽ പോയി നിന്നു. തന്റെ കരിയറിനെ പ്രവീൺ കാണുന്നത് ഒരു അലങ്കാരം മാത്രമായിട്ടാണ്. പക്ഷെ അവൾക്കത് അവളുടെ സ്വത്വമാണ്. പിറ്റേന്ന് അവൾ മനസ്സില്ലാ മനസ്സോടെ ലീവ് എടുത്തു. പ്രവീണിന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ അത്ഭുതപ്പെടുത്തി. അവിടെ പൂജയൊന്നുമില്ലായിരുന്നു. പകരം പ്രവീണിന്റെ അമ്മ കുറെ ബന്ധുക്കൾക്കിടയിൽ ഇരിക്കുന്നു. മോളെ വന്നു, അടുക്കളയിലേക്കൊന്നു വാ. പ്രവീണിന് ഉച്ചയ്ക്ക് ഈ സ്പെഷ്യൽ അച്ചാർ കൂട്ടി ചോറ് കഴിക്കണം എന്ന് നിർബന്ധമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. കല്യാണം കഴിഞ്ഞാൽ നീ തന്നെ വേണമല്ലോ ഇതൊക്കെ ചെയ്യാൻ. അമ്മ അഞ്ജലിയെ അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചൂടുള്ള അടുക്കളയിൽ ഗ്യാസ് അടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോൾ അഞ്ജലിയുടെ ബാഗിനുള്ളിലെ ഫോൺ നിർത്താതെ ശബ്ദിക്കുന്നുണ്ടായിരുന്നു. ബാങ്കിൽ നിന്നുള്ള കോളുകളാണ്. അച്ചാർ ഭരണിയുമായി നിൽക്കുമ്പോൾ അവൾക്ക് ബാങ്കിലെ ആ വലിയ ലാപ്ടോപ്പ് സ്ക്രീൻ ഓർമ്മ വന്നു. മീറ്റിംഗുകളിൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്ന അഞ്ജലിയും ഇപ്പോൾ അടുക്കളയിൽ വിയർത്തു കുളിച്ചു നിൽക്കുന്ന അഞ്ജലിയും തമ്മിൽ വലിയൊരു ദൂരമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വൈകുന്നേരം പ്രവീൺ വന്നപ്പോൾ അഞ്ജലി അല്പം ഗൗരവത്തിലായിരുന്നു. പ്രവീൺ, നീ എന്നോട് നുണ പറഞ്ഞാണോ ഇങ്ങോട്ട് വരുത്തിയത്? ബാങ്കിൽ ഇന്ന് വലിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. നിന്റെ അമ്മയ്ക്ക് ചെറിയൊരു സഹായിയെ നിർത്തിയാൽ പോരെ? ഇതിനായി എന്റെ ജോലി കളയണോ? പ്രവീൺ അവളുടെ തോളിൽ കൈവച്ചു. അഞ്ജലി, നീ അതിനെ പോസിറ്റീവായി കാണൂ. ഇതൊരു ട്രയൽ റണ്ണാണ്. നാളെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ നിനക്കിതൊക്കെ സിമ്പിളായി തോന്നാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നീ ഒരു ഓഫീസറായിരിക്കുമ്പോഴും ഈ വീടിനുള്ളിൽ നീ ഒരു വീട്ടമ്മയായിരിക്കണം. അതിൽ എന്താണ് തെറ്റ്? അഞ്ജലി അവന്റെ കൈ തട്ടി മാറ്റി. ഇത് പങ്കാളിത്തമല്ല പ്രവീൺ, ഇത് അടിമത്തമാണ്. എന്റെ സമയത്തെ നിന്റെ സൗകര്യത്തിനു വേണ്ടി നീ ഉപയോഗിക്കുന്നു. ഇത് നിനക്ക് കരിയറാണെങ്കിൽ എനിക്കിത് ജീവിതമാണ്. പ്രവീണിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അഞ്ജലി, നീ അതിരുവിടുകയാണ്. നിന്നെപ്പോലെയുള്ള പെണ്ണുങ്ങൾക്ക് ഇത്രയൊക്കെ സ്വാതന്ത്ര്യം തന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ ജോലിക്ക് പോകുന്നത് എന്റെ അനുവാദം കൊണ്ടാണ് എന്ന് ഓർമ്മ വേണം. ആ വാചകം അഞ്ജലിയുടെ ഉള്ളിൽ ഒരു മുറിവുണ്ടാക്കി. അനുവാദം. തന്റെ കഴിവിനും വിദ്യാഭ്യാസത്തിനും ആരുടെയെങ്കിലും അനുവാദം വേണമെന്ന ചിന്ത അവളെ തളർത്തി. വിവാഹ നിശ്ചയത്തിന് ഇനി വെറും 3 ദിവസമേയുള്ളൂ. വീട്ടിൽ അച്ഛൻ സന്തോഷത്തോടെ എല്ലാവരെയും ക്ഷണിക്കുന്നു. പക്ഷെ അഞ്ജലിക്ക് അറിയാമായിരുന്നു ഈ ബന്ധം ഒരു വലിയ ചതിക്കുഴിയാണെന്ന്. അന്ന് രാത്രി അവൾ തന്റെ ഡയറിയിൽ എഴുതി, വിൽപ്പനയ്ക്കില്ലാത്ത സ്വപ്നങ്ങളെ ലേലത്തിന് വെക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ അച്ഛന്റെ കണ്ണീരും എന്റെ ജീവിതവും തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കും? ജനാലയ്ക്കൽ തട്ടി മഴത്തുള്ളികൾ വീഴുന്നുണ്ടായിരുന്നു.
അഞ്ജലിയുടെ കണ്ണുകളും അപ്പോൾ നിറയുന്നുണ്ടായിരുന്നു. അദൃശ്യമായ ചങ്ങലകൾ പതുക്കെ മുറുകുകയാണ്. ബാങ്കിലെ ലാപ്ടോപ്പ് സ്ക്രീനിനേക്കാൾ അഞ്ജലിക്ക് ഇപ്പോൾ പരിചിതമാകുന്നത് അടുക്കളയിലെ അച്ചാർ ഭരണികളാണ്. പ്രവീണിന്റെ അനുവാദം എന്ന ആ ഒരൊറ്റ വാക്ക് അഞ്ജലിയുടെ ആത്മാഭിമാനത്തിന് ഏറ്റ വലിയൊരു മുറിവായി മാറി. വിവാഹ നിശ്ചയത്തിന് ഇനി വെറും 3 ദിവസങ്ങൾ മാത്രം. ഒരു വശത്ത് പന്തലുയരുന്നതിന്റെ സന്തോഷത്തിൽ നിൽക്കുന്ന അച്ഛൻ, മറുവശത്ത് തന്റെ കരിയറിനെ വെറുമൊരു അലങ്കാരമായി മാത്രം കാണുന്ന പ്രതിശ്രുത വരൻ. അഞ്ജലി ആ ചതിക്കുഴിയിൽ വീഴുമോ, അതോ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുമോ? ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.